ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ സദ്യയിൽ നോൺ വെജ് ടേസ്റ്റിൽ വിളമ്പാറുള്ള ഒരു സോയ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. കറക്റ്റ് ബീഫ് ഫ്രൈഡ് ലുക്കും ടേസ്റ്റും ആണ് കേട്ടോ ഈ ഒരു സോയ ഫ്രൈക്ക്. തികച്ചും നോൺ വെജ് ടേസ്റ്റിലുള്ള ഈ ഒരു വെജിറ്റേറിയൻ വിഭവം നമ്മൾ എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ 200 ഗ്രാം വലിയ സൈസിലുള്ള സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയ ചങ്ക്സ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇത് വെള്ളത്തിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ടൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതിലെ വെള്ളം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളയണം. ശരിക്കും സ്പോഞ്ച് പോലെയാണ് ഇതിരിക്കുന്നത്. ധാരാളം വെള്ളം ഇതിലുണ്ട്. അത് കംപ്ലീറ്റ് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞ് മാറ്റിവെക്കാം. ഇനി സോയ ഫ്രൈ റെഡിയാക്കാം. നമ്മൾ ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനും. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ജീരകം തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. പൊടികളുടെ റോ ടേസ്റ്റൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം. ഈ സോയ ചങ്ക്സിലേക്ക് മസാലയൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് നല്ല പാടാണ്. മസാല പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവുകയുമില്ല. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോയ ചങ്ക്സ് വേവിക്കുന്ന ടൈമിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണെങ്കിലും ആ ഉപ്പൊന്നും പോരാതെ വരും കേട്ടോ. അതുകൊണ്ട് ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ബീഫ് മസാല ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഇളക്കി കളർ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. സോയ ചങ്ക്സിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടണം. വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ എത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും അതൊന്നും കാണില്ല. ഈ സോയ ചങ്ക്സ് വെളിച്ചെണ്ണ മൊത്തം കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് സോയ ചങ്ക്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ഒരു മസാലകളുടെ ഒരു കുത്തലുണ്ടാവും. അതറിയാതിരിക്കാനാണ് ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കുന്നത്. സോസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മസാല കുത്തൊക്കെ കംപ്ലീറ്റ് മാറിക്കിട്ടും. മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇതിൽ സോസ് ചേർത്താലും നമ്മൾ സോയ ഫ്രൈ കഴിക്കുന്ന സമയത്ത് ഇതിൽ സോസ് ചേർത്തിട്ടുണ്ടെന്ന് തോന്നേയില്ല കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു കളറിൽ മുരിഞ്ഞു വരുന്നത് വരെ നമ്മൾ സോയ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു സോയ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ സദ്യ സ്പെഷ്യൽ സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.